ഫാബ്രിക് കട്ടിംഗ് വേസ്റ്റ് മാനേജ്മെന്റ് കേരളത്തിൽ വളരെയധികം പ്രോബ്ലത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിലാണ് ഞാനും നിങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ വസ്ത്രങ്ങൾ നൂലായി മാറ്റി പുതിയ ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളാക്കാൻ കഴിയും. ഇതിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രമാണ് പാനിപ്പത്ത്. ഓരോ വർഷവും ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ടൺ പഴയ വസ്ത്രങ്ങളും ഫാബ്രിക് സ്ക്രാപ്പുകളും ഗാർമെൻറ്റ് വേസ്റ്റുകളും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം നേരെ മാലിന്യ കൂമ്പാരങ്ങളിലേക്കല്ല പോകുന്നത്, മറിച്ച് ഹരിയാനയിലെ പാനിപ്പത്ത് ടെക്സ്റ്റൈൽ വേസ്റ്റ് റീസൈക്ലിംഗ് രംഗത്ത് ലോക പ്രശസ്തമാണ്. ഇവിടെ പഴയ വസ്ത്രങ്ങൾ ആദ്യം നിറത്തിൻ്റെയും ഫാബ്രിക്കിൻ്റെയും അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നു. തുടർന്ന് അവ റീസൈക്ലിംഗ് ചെയ്ത് വീണ്ടും ഫൈബറായും നൂലായും മാറ്റുന്നു. ഈ റീസൈക്ലിംഗ് ചെയ്ത നൂല് ഉപയോഗിച്ചാണ് ബ്ലാങ്കറ്റുകൾ, മാറ്റുകൾ, ഹോം ഫർണിഷിംഗ് ഫാബ്രിക്കുകൾ തുടങ്ങി നിരവധി ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളായി നിർമ്മിക്കുന്നത്. അതുകൊണ്ട് പാനിപ്പത്ത് ഒരു നിർമ്മാണ നഗരമെന്നതിലുപരി സർക്കുലേഷൻ ടെക്സ്റ്റൈൽ എക്കോണമിയുടെ മികച്ച മാതൃകയായി അറിയപ്പെടുന്നു. മറ്റുള്ളവർ മാലിന്യമായി കാണുന്നതിൽ പാനിപ്പത്തിലെ വ്യവസായങ്ങൾ അതൊരു വലിയ ബിസിനസ് അവസരങ്ങളായാണ് കാണുന്നത്. ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ റീസൈക്ലിംഗ് കൂടുതൽ പ്രോത്സാഹനം നൽകണം, പ്രത്യേകിച്ച് കേരളത്തിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കണ്ട. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീനെ കുറിച്ചിട്ടും ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോസിന് വേണ്ടിയിട്ടും സെറോക്കി ഫാഷൻ ഫോളോ ചെയ്യാൻ മറക്കണ്ട.